ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദിവ്യ മോഹൻ. ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ മുളപ്പിച്ചതും മാതളങ്ങയും ചേർത്തുള്ള ഒരു സാലഡാണ്. ഇത് വളരെ കളർഫുൾ ആയതിനാൽ ഞാനിതിനെ ഹോളി സാലഡ് എന്നാണ് വിളിക്കുന്നത്. ഈ സാലഡിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഏതാണ്ട് 2 കപ്പ് ചെറുപയർ മുളപ്പിച്ചത്, ഒരു ചെറിയ നാരങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ, കളറിനായി ഞാൻ 3 കളേഴ്സ് എടുത്തിട്ടുണ്ട്, മാതള നാരങ്ങ. ഞാനിന്ന് പെപ്പർ ഗ്രൈൻഡർ അഥവാ പെപ്പർ മില്ല് ഉപയോഗിക്കുന്നു. ഫ്രഷായി പൊടിച്ച കുരുമുളകോ അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയ കുരുമുളകോ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേണ്ടത് ഉപ്പാണ്. ഇനി ഞാൻ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാൻ പോവുകയാണ്. ഇനി ഞാൻ വെജിറ്റബിൾസ് ഓരോന്നായി കട്ട് ചെയ്തെടുക്കുകയാണ്. ആദ്യമായി വെള്ളരിക്ക മുറിക്കുന്നുണ്ട്. ഞാനിന്നിവിടെ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് ക്യൂക്കമ്പറാണ്. നാടൻ വെള്ളരിയും ഉപയോഗിക്കാം. ഇത് വാക്സ് ചെയ്യാത്ത വെള്ളരിയാണ്. ഒപ്പം ഇതിൻ്റെ അരിയും വളരെ ചെറുതാണ്. വെള്ളരി അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഞാനിതിനെ ഒരു ബൗളിലോട്ട് മാറ്റുകയാണ്. അടുത്തത് ഞാനിനി ക്യാരറ്റിനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ക്യാരറ്റ് പീൽ ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാനിതിനെ വാഷ് ചെയ്തെടുക്കുന്നതാണ്. ക്യാരറ്റ് ഞാൻ മുറിച്ച് നുറുക്കിക്കഴിഞ്ഞു. ഇനി ക്യാപ്സിക്കം അഥവാ ബെൽ പെപ്പർ മുറിക്കാൻ പോവുകയാണ്. ഞാനിതിൻ്റെ സീഡ്സും തണ്ടും മുറിച്ച് കളയാറുണ്ട്. യെല്ലോ പെപ്പർ സാലഡിന് നല്ലൊരു ബ്രൈറ്റ് കളർ കൊടുക്കും. ഞാനിതിനെ ബൗളിലേക്ക് മാറ്റുന്നു. ഇനി ചുവന്ന ബെൽ പെപ്പർ മുറിക്കുന്നു. ഇത് ബൗളിലേക്ക് മാറ്റുന്നു. ഇനി ഞാൻ ഗ്രീൻ ക്യാപ്സിക്കം മുറിക്കാൻ തുടങ്ങുകയാണ്.
ഇത് നുറുക്കിക്കഴിഞ്ഞു. ഇതിനെ ഇനി ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ മാതളങ്ങ മുറിച്ച് അതിൻ്റെ അല്ലി എടുക്കാൻ തുടങ്ങുകയാണ്. ഞാനിതിൻ്റെ അല്ലികൾ മാത്രമേ എടുക്കാൻ ശ്രമിക്കാറുള്ളൂ. സാലഡിന് വേണ്ടിയുള്ള വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഞാനിതിനെ ഒരു സാലഡ് മിക്സിംഗ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനിതിലേക്ക് മുളച്ച പയറിടാൻ പോവുകയാണ്. ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിലേക്ക് ഇനി ഞാൻ 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ്. ഉപ്പ് പാകത്തിന് ഉപയോഗിക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഉപയോഗിക്കുന്നു. ഫ്രഷ് പെപ്പർ ഗ്രൈൻഡ് ചെയ്ത് ചേർക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെപ്പർ പൗഡറും ഉപയോഗിക്കാവുന്നതാണ്. ഒന്നുകൂടി ഞാനിതിനെ നന്നായി മിക്സ് ചെയ്യുകയാണ്. സാലഡ് റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നു. വളരെ ടേസ്റ്റിയും ഹെൽത്തിയും കളർഫുള്ളുമായ ഹോളി സാലഡ് റെഡി. നിങ്ങളിതുണ്ടാക്കി കഴിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.